ഹായ് ഓൾ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 5 സർഫസ് വാട്ടർ സിസ്റ്റം. അതിൽ ഡിസംബർ 2019 ചോദിച്ച ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡാം റിസർവോയർ. അതാണ് എന്തൊക്കെ ടൈപ്സ് റിസർവോയേഴ്സ് നമുക്കുണ്ടെന്ന് നോക്കാം. ടൈപ്സ് നോക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് റിസർവോയർ നോക്കാം. റിസർവോയർ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, നമ്മളൊരു റിവറിനെ അക്രോസ് ആയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു ബാരിയർ ഇൻ ദ ഫോം ഓഫ് ഡാമിനെയാണ് നമ്മൾ റിസർവോയർ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ അതുപോലെ തന്നെ റിസർവോയറിൻ്റെ അപ്സ്ട്രീം സൈഡിലായിരിക്കും ഇന്ത്യ വാട്ടർ പൂള് ഫോം ചെയ്യുന്നത്. റിസർവറിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇറിഗേഷൻ, വാട്ടർ സപ്ലൈ, നാവിഗേഷൻ, പവർ ജനറേഷൻ, പ്രൊട്ടക്റ്റിംഗ് ഫ്രം ഫ്ലഡ്, പ്രിസർവിങ് അക്വാട്ടിക് ലൈഫ്, ഇതൊക്കെയാണ് നമ്മുടെ റിസർവോയറിൻ്റെ പർപ്പസ്. അപ്പം ഇനി എന്തൊക്കെയാണ് റിസർവോയറിൻ്റെ ടൈപ്സ് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ ബേസ്ഡ് ഓൺ ഈ പർപ്പസ് അനുസരിച്ച് നമുക്ക് റിസർവോയറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: സിംഗിൾ പർപ്പസ് റിസർവോയർ ആൻഡ് മൾട്ടി പർപ്പസ് റിസർവോയർ. അപ്പോൾ എന്താണ് സിംഗിൾ പർപ്പസ്, എന്താണ് മൾട്ടി പർപ്പസ് എന്ന് നോക്കാം. അതായത് നമ്മൾ റിസർവോയർ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് നമ്മൾ സിംഗിൾ പർപ്പസ് റിസർവോയർ എന്ന് പറയും. മോർ ദാൻ വൺ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ മൾട്ടി പർപ്പസ് റിസർവോയർ എന്ന് പറയും. ഇനി അടുത്ത് സ്റ്റോറേജ് അല്ലെങ്കിൽ കൺസർവേഷൻ എന്താണ്. സ്റ്റോറേജ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ പ്രൈമറി യൂസേഴ്സ് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വാട്ടറിനെയാണ് നമ്മൾ പ്രൈമറി യൂസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അതായത് വാട്ടർ സപ്ലൈ, ഹൈഡ്രോ ഇലക്ട്രിക്. അപ്പം ഈ ഒരു ലാർജ് സപ്ലൈ സമയത്ത് ഈ കുറച്ച് വാട്ടർ നമ്മൾ എന്ത് ചെയ്യും, എക്സസ് ഓഫ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോറേജ് ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതെന്ത് ചെയ്യാം, റിലീസ് ചെയ്യാം. ഇനി അതായത് ഫ്ലഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഹെവി വാട്ടർ ഫ്ലോ, അതായത് ഹെവി ആയിട്ട് വാട്ടർ ഫ്ലോ ചെയ്യുമ്പം അതിൽ നിന്ന് കുറച്ച് പോർഷൻ ഓഫ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോഴാണ് നമുക്ക് ഫ്ലഡിനെല്ലാം, നമ്മുടെ ലാൻഡിനെല്ലാം ആ ഫ്ലഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ വാട്ടർ ഇൻ എ സിറ്റി, വില്ലേജ്. ഇതെന്ന് പറയുന്നത് ഒരു സ്മോൾ സ്കെയിൽ റിസർവോയർ ആണ്. ഇനി അത് കഴിഞ്ഞ് ഫ്ലഡ് പ്രൊട്ടക്ഷൻ റിസർവോയർ ക്യാൻ ബി, അതായത് റിട്ടാർഡിംഗ് ഉണ്ട്, ഡിറ്റൻഷനും ഉണ്ട്. റിട്ടാർഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, ഇത് നമ്മൾ ഔട്ട്ലെറ്റ്സിലും സ്പിൽവേയിലും പ്രൊവൈഡ് ചെയ്യും ആൻഡ് നോട്ട് കൺട്രോൾഡ് ബൈ ഗേറ്റ് ആൻഡ് വാൽവ്. അതാണ് റിട്ടാർഡിംഗ്. ഡിറ്റൻഷനും അതുപോലെ തന്നെ നമ്മൾ ഔട്ട്ലെറ്റിലും സ്പിൽവേയിലും പ്രൊവൈഡ് ചെയ്യും ആൻഡ് കൺട്രോൾഡ് ബൈ ഗേറ്റ് ആൻഡ് വാൽവ്. അതാണ് നമ്മൾ റിട്ടാർഡിങ്ങും ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബേസ്ഡ് ഓൺ ദ പർപ്പസ് അനുസരിച്ച് റിസർവോയറിനെ രണ്ടായി ഡിവൈഡ് ചെയ്തല്ലേ, സിംഗിൾ പർപ്പസ് ആൻഡ് മൾട്ടി പർപ്പസ്. ആ ഒരു മൾട്ടി പർപ്പസിന് കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ മൾട്ടി പർപ്പസ് റിസർവോയർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് ഇറിഗേഷൻ, ഫ്ലഡ് കൺട്രോൾ, ഹൈഡ്രോ ഇലക്ട്രിക്, വാട്ടർ സപ്ലൈ, നേവിഗേഷൻ, സോയിൽ ഇറോഷൻ, ഇതിനൊക്കെ വേണ്ടി നമ്മൾ മൾട്ടി പർപ്പസ് റിസർവോയർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് റിസർവോയർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്താണെന്ന് നോക്കാം. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഡിസംബർ 2019 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ വേരിയസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്ഷൻ ഓഫ് എ സൈറ്റ് ഓഫ് റിസർവോയർ. റിസർവോയർ കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ എ റിസർവോയർ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, റിസർവോയർ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിസർവോയർ കൺസ്ട്രക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു സൈറ്റ്സ് ഓഫ് സെലക്ഷൻ ഓഫ് റിസർവോയർ എന്താണെന്ന് നോക്കാം. ഇനി ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു കാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് മിനിമം ലോസ് ആൻഡ് മാക്സിമം റൺ ഓഫ്. അതാണ് മിനിമം ലോസ് ആൻഡ് മാക്സിമം റൺ ഓഫ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഏരിയ ഷുഡ് ബി മിനിമം ലീക്കേജ്. നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് മിനിമം ലീക്കേജ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബേസ് ഓഫ് ഡാം എന്ന് പറയുന്നത് ആ ഒരു ഡാം ബേസ് എന്ന് പറയുന്നത് വാട്ടർ ടൈറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡെപ്ത് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഒരു വിത്ത് നാരോ ആയിട്ട് വരും. അത് നമ്മുടെ ഇവാപ്രേഷൻ എന്ത് ചെയ്യും, ലൂസ് ചെയ്യും. അതുപോലെ നമ്മൾ ഈ അടുത്തുള്ള ഏരിയസ്, നിയർ ബൈ ഏരിയ എന്ന് പറയുന്നത് നോട്ട് ഗെറ്റ് സബ്മേർജ്ഡ്. അതുപോലെ നമ്മൾ ഈ ഒരു ഡീപ്പ് റിസർവോയർ തന്നെ ആ ഒരു സൈറ്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഫോം ചെയ്യാനായിട്ട് പറ്റണം. ഇറ്റ് ഷുഡ് ഫുൾഫിൽ ദ പ്രോജക്റ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ സൈറ്റ് സെലക്ഷൻ ഫോർ എ റിസർവോയർ എന്ന് പറയുന്നത്. മെയ് 2019 ചോദിച്ച ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ്, വാട്ട് ഇസ് ദ മാസ് ഇൻഫ്ലോ കർവ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ റിസർവോയർ കപ്പാസിറ്റി. അപ്പം എന്താണ് മാസ് ഇൻഫ്ലോ കർവ്, നമ്മൾ ആ ഒരു മാസ് ഇൻഫ്ലോ കർവ് യൂസ് ചെയ്ത് എങ്ങനെ നമ്മൾ റിസർവോയർ കപ്പാസിറ്റി ഡിറ്റർമൈൻ ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ മാസ് ഇൻഫ്ലോ കർവ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നോക്കിയതായിരുന്നു. ഇനി ഈ ഒരു മാസ് ഇൻഫ്ലോ കർവ് യൂസ് ചെയ്ത് എങ്ങനെ റിസർവോയർ കപ്പാസിറ്റി ഡിറ്റർമൈൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മെത്തേഡാണുള്ളത്, ഗ്രാഫിക്കൽ മെത്തേഡ് ആൻഡ് അനലിറ്റിക്കൽ മെത്തേഡ്.
ഇതിൽ ഗ്രാഫിക്കൽ മെത്തേഡ് നമുക്ക് ആദ്യം എന്താണെന്ന് നോക്കാം. ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം മാസ് ഇൻഫ്ലോ കർവ് നമുക്ക് ആ ഒരു സൈറ്റിൻ്റെ ഹൈഡ്രോഗ്രാഫിൽ നിന്നും നമ്മൾ മാസ് ഇൻഫ്ലോ കർവ് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, നോക്കൂ, മാസ് ഇൻഫ്ലോ കർവ് നമ്മൾ വരച്ചിട്ടുണ്ട്. അതായത് എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ അക്യുമുലേറ്റഡ് ഇൻഫ്ലോ, ടൈം പെർ ഇയർ ആണ് അക്യുമുലേറ്റഡ് ഇൻഫ്ലോ എന്ന് പറയുമ്പോൾ മെഗാ ഹെക്ടർ പെർ മീറ്റർ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മാസ് ഇൻഫ്ലോ കർവ് പ്ലോട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ മാസ് ഇൻഫ്ലോ കർവ് എന്ന് പറയുന്നത്. എന്നിട്ട് പ്രിപ്പയർ എ മാസ് ഡിമാൻഡ് കർവ്. ഇതിന് ഈ ഒരു മാസ് ഇൻഫ്ലോ കർവിന് കറസ്പോണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു മാസ് ഡിമാൻഡ് കർവും വരയ്ക്കുക. അപ്പം ഈ ഒരു ഡിമാൻഡ് കർവിൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മുടെ ആ ഒരു ഡിമാൻഡ് കർവ് എന്തായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി നമ്മുടെ മാസ് ഡിമാൻഡ് കർവിൻ്റെയും മാസ് ഇൻഫ്ലോ കർവിൻ്റെയും സ്കെയിൽ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇത് രണ്ടിൻ്റെയും സ്കെയിൽ സെയിം ആയിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡ്രോ എ ലൈൻ എ ബി ആൻഡ് എഫ് ജി. അതായത് ഈ ഒരു ഫിഗർ നമുക്ക് നോക്കാം. അതിൽ നിന്ന് എ ബി ആൻഡ് എഫ് ജി, ഇതാണ് എ ബി. ഓക്കെ, ഇതാണ് നമ്മുടെ എഫ് ജി എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ടാൻജൻ്റ് ആണ് അല്ലേ. നമ്മൾ എ ബിയിൽ നിന്നും എഫ് ജിയിൽ, അതായത് എ ബി എന്ന് പറയുന്നത് ടാൻജൻ്റ് ആണ്, എഫ് ജി എന്ന് പറയുന്നത് ടാൻജൻ്റ് ആണ്. ഈ ടാൻജൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിമാൻഡ് കർവിന് എങ്ങനെയാണ്, പാരലലാണ് അല്ലേ. ഈ ഒരു ടാൻജൻ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് കർവിന് പാരലലാണ്. ആ ടാൻജൻറ്റും അതുപോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എയിൽ നിന്നും, എ ബി എന്ന ടാൻജൻറ്റ് എ എന്ന ആ ഒരു ക്രസ്റ്റിൽ നിന്നും വരയ്ക്കുന്നു. എഫ് ജി എന്നൊരു ടാൻജൻറ്റ് നമ്മൾ എഫിൻ്റെ ആ ഒരു ക്രസ്റ്റിൽ നിന്നും വരയ്ക്കുന്നു. അതാണ് ഈ തേർഡ് സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. പാരലൽ ടു ദ മാസ് ഡിമാൻഡ് കർവ് ആൻഡ് ടാൻജൻഷ്യൽ ടു ബി ക്രസ്റ്റ് എ ആൻഡ് എഫ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് സി ഡി ആൻഡ് എച്ച് ജെ കാൽക്കുലേറ്റ് ചെയ്യുക. എന്താണ് സി ഡി എന്നൊക്കെ, ഈ ഒരു വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ആണില്ലേ സി ഡി, ഈ ഒരു ഇവിടെ തൊട്ട് ഈ ഒരു വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും ആൻഡ് എച്ച് ജി, ഇവിടാണ് എച്ച്, ഇവിടെ ജെ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഈ പറഞ്ഞ ഇൻ്റർസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഇതിന് ബിറ്റ്വീൻ, നമ്മൾ ആ ടാൻജൻഷ്യൽ ലൈനിനും മാസ് ഇൻഫ്ലോ കർവിനും ഇടയിലുള്ളതാണ്. ഈ ഒരു ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വോളിയത്തിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈ ഒരു നമ്മുടെ മാസ് ഇൻഫ്ലോ കർവിനും അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മാസ് ഇൻഫ്ലോ കർവ്, അതിനും ഈ ഒരു ടാൻജൻറ്റിനും ഇടയിലുള്ള ആ ഒരു ലെങ്ത് അല്ലേ സി ഡി, ആ ഒരു ഇൻ്റർസെപ്റ്റ് അല്ലേ സി ഡി എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് നമ്മുടെ വോളിയമാണ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരെണ്ണത്തിൻ്റെ ഇതാണ്, അതുപോലെ ആയിരിക്കും ഈ ഒരു മുകളിലത്തെ എഫ് ജി ആ ഒരു ഇതിലും വരുന്നത്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അസ്യൂമിങ് റിസർവോയർ ഇസ് ഫുൾ അറ്റ് പോയിന്റ് എ എന്ന പോയിന്റിൽ നമ്മൾ റിസർവോയർ എന്തായിരിക്കും, ഫുള്ളായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻഫ്ലോ വോളിയം ഡ്യൂറിങ് പീരീഡ് എ ഈസ് ഈക്വൽ ടു ദ ഓർഡിനേറ്റ് ഡി ഇ. അതായത് നമ്മുടെ ഈ ഒരു എ ഇ എന്നുള്ള ആ ഒരു പീരീഡിൽ നമ്മുടെ ഓർഡിനേറ്റ് സി ഡിനോട് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. എ ഇ എന്ന ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഡി ഇ എന്നൊരു ഓർഡിനേറ്റിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഡിമാൻഡ് എന്ന് പറയുന്നത് സി ഇനോടും ഈക്വൽ ആയിരിക്കും. അപ്പം നമ്മുടെ സ്റ്റോറേജ് റെക്കോർഡ് ഇൻ ഈക്വൽ ടു ദ വോളിയം ഇൻഡിക്കേറ്റ് ഇൻ്റർസെപ്റ്റ് സി ഡി. അതുപോലെ നമ്മൾ ഫുൾ വോളിയം എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു സി ഡിയിലായിരിക്കും. അത് കഴിഞ്ഞുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമൈൻ ദ ലാർജസ്റ്റ് ഇൻ്റർസെപ്റ്റ്. നമ്മൾ എന്ത് ചെയ്യാം, ലാർജസ്റ്റ് ഇൻ്റർസെപ്റ്റ് ഏതാണോ അത് ഡിറ്റർമൈൻ ചെയ്യുക. അതായിരിക്കും ആ ഒരു വെർട്ടിക്കൽ ലാർജസ്റ്റ് ഇൻ്റർസെപ്റ്റ് ആയിരിക്കും നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഫിഗറിൽ നമുക്ക് ഏറ്റവും വലിയ ലാർജസ്റ്റ് ഇൻ്റർസെപ്റ്റ് ഏതാണോ ആ ഒരു ഇൻ്റർസെപ്റ്റാണ് നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റീനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാസ് ഇൻഫ്ലോ കർവ് യൂസ് ചെയ്ത് നമ്മൾ ഇങ്ങനെയാണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, റിസർവോയറിൻ്റെ കപ്പാസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ മെത്തേഡ് അഡോപ്റ്റഡ് ഫോർ കൺട്രോളിങ് സിൽറ്റിംഗ് ഓഫ് എ റിസർവോയർ. നമ്മുടെ റിസർവോയർ സിൽറ്റിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം റിസർവോയർ സെഡിമെൻറ്റ് കൺട്രോൾ മെത്തേഡ് എന്താണെന്ന് നോക്കാം.
ഒന്നാമത്തത് പ്രിപ്പയർ എ സെലക്ഷൻ ഓഫ് റിസർവർ സൈഡ് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു സിൽറ്റിൻ്റെ ഡിപ്പോസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ കാഷ്മെൻറ്റ് ഏരിയയുടെ നേച്ചറിനെ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സോഫ്റ്റ്, ലൂസ്, സോയിൽ വിത്ത് സ്റ്റീപ്പ് സ്ലോപ്പ് സോയിൽ, അത് അങ്ങനെയുള്ള സോയിൽസ് നമ്മൾ എന്ത് ചെയ്യില്ല, ചൂസ് ചെയ്യൂല. അതുപോലെ തന്നെ കൺട്രോൾ ഓഫ് സെഡിമെൻറ്റ്, അതായത് നമ്മൾ ഒരു ട്രിബ്യൂട്ടറീസിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെക്ക് ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുക. ടു ക്യാരി സിൽറ്റ്, ടു ക്യാരി ജാം വേണ്ടി ഒരു ചെക്ക് ഡാംസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക. അതെന്ന് പറയുന്നത് നമ്മുടെ വെജിറ്റേഷണൽ കവർ ഇൻക്രീസ് ചെയ്യുമ്പം അവിടെ ഓൾസോ നമ്മുടെ ഇറോഷൻ എന്ത് ചെയ്യും, റെഡ്യൂസ് ആവും അല്ലേ. വെജിറ്റേഷണൽ കവർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇറോഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രിപ്പയർ ഡിസൈൻ ആൻഡ് റിസർവോയർ പ്ലാനിങ് സ്മോൾ, അതായത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു അല്ലേ, സ്മോൾ റിസർവോയർ വിത്ത് ലാർജ് ഇൻഫ്ലോ, അതായത് നമ്മുടെ ട്രാപ്പ് എഫിഷ്യൻസി എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. നമുക്ക് ലാർജ് റിസർവ് വിത്ത് സ്മോൾ ഇൻഫ്ലോ, നമ്മുടെ ട്രാപ്പ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ കൺട്രോൾ ഓഫ് സെഡിമെൻറ്റ് ഡിപ്പോസിഷൻ, ഇതെന്ന് പറയുന്നത് നമ്മൾ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ ഓഫ് ഗേറ്റ് അല്ലെങ്കിൽ ഹെഡ് റെഗുലേറ്റേഴ്സ് വെച്ചിട്ടാണ് അത് നമ്മുടെ കൺട്രോൾ ഓഫ് സെഡിമെൻറ്റ് ഡിപ്പോസിഷൻ. അതുപോലെ തന്നെ റിമൂവൽ ഓഫ് സെഡിമെൻറ്റ് ഡിപ്പോസിറ്റ്, നമ്മൾ എങ്ങനെയായിരിക്കും ആ ഒരു സെഡിമെൻറ്റിനെ റിമൂവ് ചെയ്യുന്നത്. ഒന്നീ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഡ്രഡ്ജിങ് ടെക്നിക്ക് നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. അതുപോലെ തന്നെ സിൽസ് ഈസ് ഡിസ്റ്റർബ്ഡ് ബൈ മെക്കാനിക്കൽ മീൻസ് ആൻഡ് ലൂസൺ ആൻഡ് പാസസ് ത്രൂ ദ സ്ലൂയിസ്. അതുപോലെ തന്നെ നമ്മുടെ ഇറോഷൻ കൺട്രോൾ ഇൻ കാഷ്മെൻറ്റ് ഏരിയ, അത് നമ്മൾ കൺട്രോൾ ബൺസ് ആൻഡ് റെഗ്രേസിങ്. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു റിസർവോയർ സെഡിമെൻറ്റ് കൺട്രോൾ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അതിൽ ഡിസംബർ 2018 ചോദിച്ചൊരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം നമുക്ക് എന്താണെന്ന് നോക്കാം. The data regarding trap efficiency and capacity inflow ratio of reservoir is given below the table. നമുക്കിവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു റേഷ്യോയും നമ്മുടെ ട്രാപ്പ് എഫിഷ്യൻസിയും തമ്മിലുള്ള ഒരു ടേബിൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. Derive the useful life of reservoir with an initial capacity എന്ന് പറയുന്നത് 50 million cubic meter if average inflow rate 50 million cubic mm and annual sediment inflow എന്ന് പറയുന്നത് 3 × 10⁵ tons. Assume density of sediment 1250 kg/m². Useful life of terminate when capacity is reduced to 20%. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് തന്നിട്ടുള്ളത് നമ്മൾ ഇനിഷ്യൽ കപ്പാസിറ്റി, റിസർവോയർ തന്നിട്ടുണ്ട്, ആവറേജ് ഇൻഫ്ലോ റേറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സെഡിമെൻറ്റ് ഇൻഫ്ലോയും ഡെൻസിറ്റി ഓഫ് സെഡിമെൻറ്റും നമുക്ക് എവിടെ വരെ, ഏത് ഇയർ വരെയാണ്, അതായത് ലൈഫ് ടെർമിനേറ്റ് വെൻ കപ്പാസിറ്റി റെഡ്യൂസ്ഡ്, അതായത് ഒരു 100% നിന്ന് 20% വരെ അവർ ലൈഫ് റെഡ്യൂസ് ചെയ്യും. ആ ഒരു ഇതാണ് നമുക്ക് ഈ 20 എന്ന് തന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യണം എന്ന് നോക്കാം. ഓക്കെ, അതിൽ നമുക്ക് തന്നിട്ടുള്ള ഗിവൺ ഡേറ്റ്, അതായത് നമുക്ക് ഇനിഷ്യൽ കപ്പാസിറ്റി 50 mm³ നമ്മൾ ആക്കിയിട്ടുണ്ട്. ആവറേജ് ഫ്ലഡ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 50 mm³. ആനുവൽ സെഡിമെൻ്റ് എന്ന് പറയുന്നത് 3 × 10⁵ ടൺ ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 3 × 10⁵ × 10⁵3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 × 10⁸ കിട്ടും. ഇനി ഡെൻസിറ്റി ഓഫ് സെഡിമെൻ്റ് എന്ന് പറയുന്നത് 1250 kg/m³. ഇനി നമുക്കൊരു ഇക്വേഷൻ അറിയാം. നമ്മുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ വോളിയം എന്ന് പറയുന്നത് മാസ് ബൈ ഡെൻസിറ്റി ആയിരിക്കും. ആ ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മാസ് നമുക്ക് ഇവിടെ അറിയാം 3 × 10⁸ ഡിവൈഡഡ് ബൈ നമുക്ക് ഡെൻസിറ്റി ഇവിടെ തന്നിട്ടാണ് അല്ലേ, 1250. അത് നമുക്കിവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.24 എന്ന് ആൻസർ കിട്ടും. ഇനി ഇതാണ് നമ്മുടെ ഇനിഷ്യൽ ഗിവൺ ഡേറ്റ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഒരു ടേബിളിലോട്ട് നോക്കാം. നമുക്ക് ഇത്രയും കപ്പാസിറ്റി, അതിൽ തന്നെ നമുക്ക് പെർസെൻറ്റേജും വോളിയം ഉണ്ട്. കപ്പാസിറ്റി ബൈ ഇൻഫ്ലോ കോളം, എഫിഷ്യൻസി, ആവറേജ് ആനുവൽ സെഡിമെൻറ്റ്, ഇയർ ഓഫ് ഫില്ല്. അപ്പോൾ ഈ ഒരു ടേബിൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു 20%, നമുക്ക് 20% വരെ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു 20 ഇൻ്റർവെല്ലിൽ നമ്മളിത് ആ ഒരു 100, 80, 60, 40, 20 അങ്ങനെ, അതാണ് നമ്മുടെ ഫസ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. 20 ഇൻ്റർവെൽ ഓഫ് ടൈമിൽ 100, 80, 60, 40, 20. ഇനി അതിന് വോളിയമാണ്. രണ്ടാമത്തെ ഈ ഒരു കോളം എന്ന് പറയുന്നത് വോളിയമാണ്. ഈ ഒരു കോളം എങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്, നമുക്ക് ഇവിടെയുള്ള ഈ ഒരു ഇവിടെ ഈ ഒരു 50 നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ കോളത്തിൽ അതുപോലെ അങ്ങ് എടുത്ത് എഴുതണം 50 എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം,
ഈ 80 നമുക്കിവിടെയുള്ള ഈ അടുത്ത ഈ ഒരു രണ്ടാമത്തെ കോളം ഈ 40 കിട്ടുന്നത് നമ്മൾ 80 ഡിവൈഡഡ് ബൈ 100 ചെയ്യണം ഇൻറ്റു നമുക്കിവിടെയുള്ള ആ ഒരു 50 ചെയ്യണം. ആ ഒരു 50 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് 40 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ 30 കിട്ടുന്നതും കറസ്പോണ്ടിങ് അതുപോലെ തന്നെ നമ്മൾ 60 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യണം 50 ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തത് 30 കിട്ടും. അങ്ങനെ 40 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 50 ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട് 20 കിട്ടും. കറസ്പോണ്ടിങ് അതുപോലെ കിട്ടും. ഇനി അതാണ് നമ്മൾ ഈ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കപ്പാസിറ്റി ബൈ ഇൻഫ്ലോ അല്ലേ. കപ്പാസിറ്റി ബൈ ഇൻഫ്ലോ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു വോളിയം ഇതേ ഡിവൈഡഡ് ബൈ 50 ചെയ്യണം. അപ്പോൾ നമുക്ക് അതായത് നമുക്കിവിടെ ഉള്ള സെഡിമെൻറ്റിൻ്റെ ഇതിനാണ് നമ്മൾ 50 ആയിട്ട് ആ ഒരു ആവറേജ് ഫ്ലഡ് ഇൻഫ്ലോ ആണ് നമ്മൾ 50 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ 50/50 1 ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ എങ്ങനെ കിട്ടും 40/50 ചെയ്യണം. അപ്പോൾ നമുക്ക് 0.8 എന്ന് കിട്ടും. അത് കഴിഞ്ഞ് 30/50 ചെയ്യണം. അപ്പോൾ നമുക്ക് 0.6 എന്ന് കിട്ടും. ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു കപ്പാസിറ്റി ബൈ ഇൻഫ്ലോ. അതുപോലെ 30/50, 20/50, 10/50. അപ്പോൾ നമുക്ക് ഈ ഒരു കപ്പാസിറ്റി ബൈ ഇൻഫ്ലോ ഒരു കോളം കിട്ടും. ഇനി 1 എന്ന് പറയുന്നത് ആദ്യത്തെ നമ്പർ നോക്കാതാണ് നമുക്ക് 1. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ പോയിട്ട് 1 ഏതാണ് ആ ഒരു റേഷ്യോയിൽ വരുന്നത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രാപ്പ് എഫിഷ്യൻസിയുടെ വാല്യൂ എടുക്കുക. അതായത് 97.7 ആണ്. അപ്പോൾ 97.7 ബൈ എന്ത് ചെയ്യുക 100 ചെയ്യുക. അപ്പോൾ നമുക്ക് 0.977 കിട്ടും. അടുത്ത രണ്ടാമത്തെ കോളത്തിൽ 97/100 ചെയ്യുമ്പോൾ നമുക്ക് 0.97 എന്ന് കിട്ടും. അത് കഴിഞ്ഞ് 96/100 ചെയ്യുമ്പോൾ നമുക്ക് 0.96, 95/100 ചെയ്യുമ്പോൾ 0.95, അതുപോലെ തന്നെ 92/100 ചെയ്യുമ്പോൾ നമുക്ക് 0.92. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു എഫിഷ്യൻസി കിട്ടുക. അത് കഴിഞ്ഞുള്ള കോളം ആവറേജ് എഫിഷ്യൻസി ആണല്ലേ. ആവറേജ് എഫിഷ്യൻസി കണക്കാൻ നമുക്കറിയാം. അതായത് തൊട്ടടുത്തുള്ള രണ്ട് എഫിഷ്യൻസി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആവറേജ്. അതായത് 0.97ഉം 0.977ഉം 0.97ഉം എന്ത് ചെയ്യുക ആഡ് ചെയ്യുക. അതിൻ്റെ ആവറേജ് ചെയ്തത് ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്യുക. അപ്പം അതിൻ്റെ ആവറേജ് കിട്ടും. ഇനി 0.97നും 0.96ൻ്റെയും ആവറേജ് 0.965 എന്ന് കിട്ടും. 0.96ൻ്റെയും 0.95ൻ്റെ ആവറേജ് 0.955 എന്ന് കിട്ടും. 0.95ൻ്റെയും 0.92ൻ്റെ ആവറേജ് നമുക്ക് 0.935. ഇങ്ങനെയാണ് നമ്മൾ ആവറേജ് എഫിഷ്യൻസി കാണുക. ഓക്കെ, അപ്പോൾ ആ കോളമായി. ഇനി ആവറേജ് ആനുവൽ സെഡിമെൻറ്റ്, അതായത് ആവറേജ് എഫിഷ്യൻസി എന്ത് ചെയ്യുക സെഡിമെൻറ്റ് ചെയ്യുക. അത് നമ്മൾ എങ്ങനെയായിരിക്കും കാണുന്നത്. അതായത് നമുക്ക് ഈ കിട്ടിയ ഓരോ ആവറേജ് വാല്യൂസ് എടുക്കണം. ഈ ഒരു ആവറേജ് വാല്യൂ ഇൻറ്റു നമ്മുടെ ഇവിടുത്തെ വാല്യൂ ഈ വോളിയൂം ഓഫ് സെഡിമെൻറ്റ് ചെയ്യുക 0.24 ചെയ്യുക. അതായത് 0.9325 ഇൻറ്റു എന്ത് ചെയ്യുക നമുക്കിവിടെ കിട്ടിയ ഈ ഒരു 0.24 എന്ത് ചെയ്യുക 0.24 കൊണ്ട് എല്ലാ വാല്യൂസിനെയും ഇൻറ്റു ചെയ്യുക. 0.9235 ഇൻറ്റു 0.24 ചെയ്യുമ്പോൾ നമുക്ക് 0.234 കിട്ടും. 0.965 ഇൻറ്റു 0.24 ചെയ്യുമ്പോൾ നമുക്ക് 0.2316 കിട്ടും. കറസ്പോണ്ടിങ് ഈ വാല്യൂസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സെഡിമെൻറ്റിൻ്റെ ആവറേജ് ആനുവൽ സെഡിമെൻറ്റ് കിട്ടും. ഇനി ഇയർ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ കോളത്തിൽ എടുക്കുക വോളിയം. ഈ വോളിയം ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇൻ്റർവെൽ എന്ന് പറയുന്നത് 10 ആണല്ലേ. 50, 40, 30, 20. അപ്പോൾ 10. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഇൻ്റർവെൽ 10 ആണ്. ആ 10 ഡിവൈഡഡ് ബൈ ഈ എല്ലാ വാല്യൂസും ചെയ്യുമ്പം, അതായത് 10 ഡിവൈഡ് ബൈ 0.234 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ 42.4 നമുക്ക് കിട്ടും. അതുപോലെ തന്നെ 10 ഡിവൈഡഡ് ബൈ 0.2316 ചെയ്യുമ്പോൾ നമുക്ക് 43.2 കിട്ടും. ഈ 10 ഡിവൈഡഡ് ബൈ ഈ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 43.6 കിട്ടും. 10 ഡിവൈഡഡ് ബൈ ഈ വാല്യൂ നമുക്ക് ചെയ്യുമ്പം 44.6 കിട്ടും. ഈ എല്ലാ വാല്യൂസും കൂടി നമുക്ക് ആഡ് ചെയ്യണം. ലാസ്റ്റ് എത്ര ഇയർ ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് 174.1 എന്നൊരു വാല്യൂ കിട്ടും. അപ്പം ഇത്രയും ഇയേഴ്സാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ.